നമസ്കാരം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിൽ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ കൊറിയൻ ബ്ലോഗറായ യുവതിക്കായി പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചു. യുവതിയുടെ വിശദാംശങ്ങൾ തേടി പോലീസ് ഇമിഗ്രേഷൻ വിഭാഗത്തിന് കത്തയച്ചിരിക്കുകയാണ്. യുവതി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം എത്തിയിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏപ്രിൽ 10-നാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിലെ നിരോധിത മേഖലയിൽ ഡ്രോൺ പറത്തിയത് അധികൃതരുടെയും പോലീസിന്റെയും ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊറിയൻ ബ്ലോഗറായ യുവതിയാണ് ഡ്രോൺ പറത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയത്. ഉത്സവ സമയത്താണ് ഇവർ ഡ്രോൺ പറത്തിയിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. കാലവർഷത്തിന്റെ ഭാഗമായി അടുത്ത 5 ദിവസം പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി തുടരാനും സാധ്യതയുണ്ട്. അതിനാൽ കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഒഡീഷ തീരത്തിന് സമീപം വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദമാണ് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചത്. പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് തീരത്തിന് സമീപമായി സ്ഥിതി ചെയ്യുന്ന തീവ്ര ന്യൂനമർദ്ദം വടക്ക് ഭാഗത്തേക്ക് നീങ്ങി അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാനും സാധ്യതയുണ്ട്. ഉപഭോക്താക്കൾക്ക് നേരിയ ആശ്വാസവുമായി KSEB എത്തിയിരിക്കുകയാണ്. ജൂൺ മാസത്തിൽ വൈദ്യുത ബില്ലിൽ കുറവുണ്ടാകും. ഇന്ധന സർചാർജ് ഇനത്തിൽ ഈടാക്കിയിരുന്ന തുകയാണ് കുറയുന്നത്. മാസത്തിൽ ബിൽ അടയ്ക്കുന്നവർക്ക് യൂണിറ്റിന് 3 പൈസയും 2 മാസത്തിൽ ബില്ല് അടയ്ക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾ അടക്കമുള്ളവർക്ക് യൂണിറ്റിന് 1 പൈസയുമാണ് ഇന്ധന ചാർജ് ഇനത്തിൽ കുറയുക. 1 മാസം 2 മാസം ബില്ലുകളിൽ യൂണിറ്റിന് 8 പൈസ നിരക്കിലാണ് ഇന്ധന സർചാർജ് ഈടാക്കിയിരിക്കുന്നത്. ഈ തുക യഥാക്രമം 5ഉം 7ഉം പൈസയായി കുറയും. രക്താർബുദത്തിന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സയിലിരിക്കെ 9 വയസ്സുകാരിക്ക് HIV ബാധിതയായ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഉചിതമായ തുക നഷ്ടപരിഹാരമായി നൽകുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. നിർഭാഗ്യകരമായ സംഭവം എന്നതിനാൽ സ്പെഷ്യൽ കേസായി കണക്കിലെടുത്ത് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉന്നത ഉപദേഷ്ടാവ് സ്ഥാനത്ത് നിന്ന് വ്യവസായി ഇലോൺ മസ്ക് പടിയിറങ്ങി. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉന്നത ഉപദേഷ്ടാവ് സ്ഥാനത്ത് നിന്ന് താൻ പിന്മാറുന്നതായി ഇലോൺ മസ്ക് ബുധനാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ഫെഡറൽ ബ്യൂറോക്രസിയെ കാര്യക്ഷമമാക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉന്നത ഉപദേഷ്ടാവായി ഇലോൺ മസ്കിനെ നിയമിച്ചത്.